നീ ടെൻഷൻ ആവാതിരിക്കേ. ലിയോയുടെ ആംഗിളിൽ അതായിരിക്കും ശരി. എന്നാലും ഞങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷനെങ്കിലും അവൻ ആലോചിക്കണ്ടേ? ഇത്രയും കാലം എന്നെ ഗുണദോഷിച്ചോണ്ടിരുന്ന ആളാ. അവന്റെ ഏണിങ്സ് തന്നെ ഞങ്ങളുടെ മെയിൻ സപ്പോർട്ട്. അതവന് നന്നായിട്ട് അറിയും ചെയ്യും. എന്നിട്ടും സാരല്ല, മറ്റെവിടെയെങ്കിലും ശരിയാവും. ഞാൻ പറഞ്ഞില്ലേ, നീ ടെൻഷൻ ആവാതെ. എത്തിയോ? ഞാനിപ്പോ വരാം. ബിബി എത്തി. പോവാം. ബിബി, അഭിരാമി. ഹായ്. നീ കയറുന്നില്ലേ? ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഓ. ഞാനൊരു ഓട്ടോ പിടിച്ചോ. ഓക്കെ. പുതിയ കാറ് വാങ്ങിച്ച വകയിൽ ഒരിത്തിരി പർച്ചേസിങ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? പറ. എന്തായി, വല്ലതും നടക്കുമോ? അത് പിന്നെ ലിയോ, പെട്ടെന്ന് ഇങ്ങനെ 20 lakhs എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയ എമൗണ്ട് അല്ലെന്ന് എനിക്കറിയാലോ. പിന്നെ എത്ര പറ്റും? ലിയോ, സത്യം പറയാലോ, കാശുള്ളത് സിന്ധുവിൻ്റെ അക്കൗണ്ടിലാണ്. അതിൽ നിന്ന് ഒരു പൈസ എടുക്കാൻ അവൾ സമ്മതിക്കില്ല. ഹരി, ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി ഒരാളോടും ചോദിക്കാൻ ബാക്കിയില്ല. അറിയാം, പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പെങ്കോന്തൻ. അപ്പൊ ഇതായിരുന്നല്ലേ ജോലി? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? നിനക്ക് എൻ്റെ ടെൻഷൻ അറിയില്ല. This is bad habit, Daddy. സോറി. മോള് പറഞ്ഞത് കേട്ടല്ലോ. അഭി, പ്ലീസ്. മോള് ചെന്ന് ഡ്രസ്സ് മാറ. ഇത് ഇന്ന് വന്നതാണോ? 35 lakhs 15 days. ലോയർ നോട്ടീസാ. നീ അതിൻ്റെ അർത്ഥം പഠിപ്പിക്കുകയാണോ? ഓൾറെഡി ഞാനത് വായിച്ചല്ലോ. നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ, അപ്പോഴും ഞാൻ പറഞ്ഞതാ ആ കാശങ്ങ് തിരിച്ചു വാങ്ങാൻ. ഇപ്പെന്തായി? അഭി, നീ ശവത്തെ കുത്തരുത്. പിന്നെ ഞാൻ എന്ത് പറയണം? ഈ സിറ്റുവേഷൻസ് ഒക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. അതിനിടയ്ക്കുള്ള ജോലിയും കളഞ്ഞു. പ്രോപ്പർട്ടിക്ക് വേണ്ടി കൊടുത്ത കാശിന് തിരിച്ചു കിട്ടില്ലെന്ന്. അതിനു വേണ്ടി ഒരു നോട്ടീസും വിട്ടിരിക്കുന്നു. ഒരു തരം ബ്ലെയിമിങ്. ഓട്ടടി, ഞാൻ ചെയ്ത കാശല്ലേ, എനിക്ക് വിഷമമില്ലല്ലോ. എനിക്ക് വിഷമമുണ്ട്. വിഷമമുണ്ടെങ്കിൽ പോയി തൂങ്ങി ചാവടി. കുടിച്ചത്